എന്നാൽ ആരുടെ സ്വലാത്താണെന്ന് പറഞ്ഞ് ചാടിയല്ലോ ഇയാളൊരു പുതിയ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതാ വലിയ രസം. ഇയാള് പുതിയ ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. അയാൾ ചൊല്ലുന്നൊരു സ്വലാത്ത് തിരിച്ചങ്ങോട്ട് അയാളോട് ചോദിക്കാനുള്ളത് അതാരെ സ്വലാത്താണ്. ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണിക്കാൻ സാധില്ല. ഞാൻ വെല്ലുവിളിക്കും. ആരുടെ സുന്നത്തായത് ഈ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ആരുടെ സുന്നത്തായത് ഈ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ആരുടെ സുന്നത്തായത് ഈ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന, അങ്ങനെ ആരെങ്കിലും നിർമ്മിച്ച ഒരു സ്വലാത്ത് അത് ആരുടെ സുന്നത്താണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഈ മനുഷ്യൻ വിമർശിക്കാൻ വേണ്ടി തുടങ്ങുന്നത് തന്നെ പുതിയ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. അതാണ് അത്ഭുതം. തിരിച്ചയാളോട് പല സ്ഥലങ്ങളിൽ ചോദിച്ചു, അല്ലക്കാക്ക ഇതാര സ്വലാത്താണ്? നിങ്ങൾ ചൊല്ലിയല്ലോ തുടക്കത്തിലൊരു സ്വലാത്ത്. ഇത് വല്ല സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണിക്കാൻ സാധ്യമാണോ? റസൂലുള്ള പഠിപ്പിച്ച വല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമുണ്ടോ? ഒരൊറ്റ മൗലവിക്കും കാണിക്കാൻ സാധ്യമല്ല. കാരണം ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്? ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയല്ലേ സംസാരിക്കുന്നത്? അതിന്റെ ഗുരുത്തക്കേട് പ്രസംഗത്തിൽ പ്രകടമാകും. അതാണ് കണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സ്വലാത്ത് ആർക്കും സ്ഥാപിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ പഠിച്ചത്? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? എങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ നേതാക്കളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന പലരും നിങ്ങൾ വളരെ പ്രസംഗത്തിലൂടെയും മറ്റും സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ നിങ്ങളുടെ നേതാവാണ്. ആ നേതാവിനെ സംബന്ധിച്ച് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? അയാളുടെ മഹത്വം. ഇത് വായിക്കുന്നത് എന്തിനാണ്? അയാൾ ഒരു പുതിയ സ്വലാത്ത് ചൊല്ലി സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി എഴുതി പഠിപ്പിക്കുകയാണ്. അതിന്റെ 9ാമത്തെ പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനു തുടക്കം കുറിച്ചതു ഹിജറ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോലിളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യയാണ്. 30ാം വയസ്സിൽ അവസാനത്തെ മുജ്തഹിദ് എന്ന സ്ഥാനാഭിധാനത്തിന് അർഹനാവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അവസാനത്തെ മുജ്തഹിദ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ എന്താണ് പറയുന്നത്? വിചിന്തനത്തിലൂടെ അവർ എഴുതി പഠിപ്പിക്കുകയാണ്. ഇബ്നു തൈമിയ്യയുടെ വാക്ക്, അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാക്ക്, അത് വിഷലിപ്തമാണെന്ന് പറയുന്നതും പരിശുദ്ധ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അത്രയും ഖുർആനിന്റെ ക്രെഡിറ്റുള്ള, അതിന് സമാനമായിട്ടുള്ള വാക്കുകളാണ് ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും വാക്കുകളെന്ന് വിചിന്തനത്തിൽ എഴുതി പഠിപ്പിക്കുകയാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ആ ഇബ്നു തൈമിയ്യയുടെ നഖ്ലുൽ മന്തിഖ് എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അയാൾ ഒരു സ്വലാത്ത് ചൊല്ലുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, എ.പി. അബ്ദുൽ ഖാദിർ മൗലവിയെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ആരുടെ സുന്നത്താണെന്ന് നിങ്ങൾ ചോദിക്കണം. പ്രസംഗം വീക്ഷിക്കുന്ന മുജാഹിദിന്റെ പ്രവർത്തകർ ചോദിച്ചോളണം. നിങ്ങൾ ഒരു വിഭാഗം ഞങ്ങളെ പറ്റിക്കുകയും ഇതിന്റെ യാഥാർത്ഥ്യം കാണുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് ഏതൊരടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. സത്യം തുറന്നു ചോദിച്ചത് മനസ്സിലാക്കാനുള്ള ശക്തിയും കരുത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് യാർജിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നാം തുനിയേണ്ടത്. നഖ്ലുൽ മന്തിഖിലൂടെ ഇബ്നു തൈമിയ്യ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ അബ്ദില്ലാഹി വറസൂലിഹി മുഹമ്മദിനിദ് ദാഇ ഇലൽ ഹുദാ വർ-റശാദ് വഅലാ ആലിഹി വമനിത്തബഅ ഹുദാ. ആരുടെ സുന്നത്തായത് ഈ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ?
ഇബ്നു തൈമിയ്യ തന്റെ നഖ്ലുൽ മന്തിഖ് എന്ന ഗ്രന്ഥത്തിൽ സ്വയം നിർമ്മിച്ച സ്വലാത്താണിത്. ഇത് ഏതെങ്കിലും ഒരു ഹദീസിൽ കാണിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ ഇത്? വിവരമുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഒരു സ്വലാത്ത് കാണിക്കാൻ സാധ്യമാണോ? എന്തു പറയാനുണ്ട് ഇതിനെ സംബന്ധിച്ച്? ഇയാളാണ് ചിന്താമണ്ഡലത്തിൽ കോലിളക്കം സൃഷ്ടിച്ച നേതാവ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിലൂടെ KNM പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ നിങ്ങൾ പഠിപ്പിക്കും.